പഠിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം നിങ്ങൾ പഠിച്ചു പോകേണ്ട ടോപ്പിക്സുകളാണ് ഇവിടെ മിസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടാക്കി എവിടെ നിന്നാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് കൂടുതലും ഓണം എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിനെ കുറച്ചും കൂടെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ബിഹൈൻഡ് ദ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് മിസ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിസം ആൻഡ് മീൻസ് ഓഫ് മൂവ്മെൻറ്റ്, പല പല ഓർഗാനിസംസ് എങ്ങനെയാണ് അവർ മൂവ് ചെയ്യുന്നത് എന്നുള്ള പഠിച്ചു വെക്കണം. അതിൻ്റെ കൂടെ തന്നെ കോമൺ മൂവ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ പല പല ബോഡി മൂവ്മെൻറ്റ്സ്, നമ്മുടെ ബോഡിയിലുള്ള മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, മസിൽ ടിഷ്യൂസ് എന്താണ്, അതായത് നമുക്ക് മയോസിനും ആക്റ്റിൻ ഫിലമെൻറ്റ്സും പഠിക്കാനില്ലേ, പിന്നെ ടൈപ്സ് ഓഫ് മസിൽസ് ഏതൊക്കെയാണ്, ഹ്യൂമൻ സ്കെലറ്റൻ അതിൻ്റെ പല പല ഭാഗങ്ങൾ പഠിക്കാനുണ്ട്, സ്ട്രക്ചർ ഓഫ് ബോൺ പഠിക്കാനുണ്ട്, അതായത് പെരിയോസ്റ്റിയം എന്നൊക്കെ പറയത്തില്ല അത് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ കാർട്ടിലേജ് പഠിക്കാനുണ്ട്, കാർട്ടിലേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ജോയിൻസ്, പിന്നെ അതേപോലെ നമ്മുടെ അസ്ഥികളെ ബാധിക്കുന്ന പല പല ഡിസോർഡേഴ്സ് ഏതൊക്കെ, പ്ലാൻ മൂവ്മെൻറ്റ്സ് ഏതൊക്കെ, ബോൺസ് ആൻഡ് എവല്യൂഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പഠിച്ചു വയ്ക്കേണ്ട ടോപ്പിക്സ് ആണ് ദേ മിസ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കാം. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽ ടിഷ്യൂവിൽ വളരെ സിമ്പിളായിട്ട് ആ ഒരു ആക്റ്റിനും മയോസിനും മാർക്ക് ചെയ്യാൻ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ലേ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് മസിൽസ് അതും എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഹ്യൂമൻ സ്കെലറ്റൻ എന്തായാലും ചോദിക്കും. ഈ പറയുന്ന സ്ട്രക്ചർ ഓഫ് ബോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെരിയോസ്റ്റിയം നമ്മുടെ ഇതിനെ ബോൺസിനെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു ആവരണില്ലേ, അതാണ് പെരിയോസ്റ്റിയം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ 1 മാർക്കിനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാർട്ടിലേജ് കഴിഞ്ഞ വട്ടം എക്സാമിന് ചോദിച്ചിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. പിന്നെ ഡിസോർഡേഴ്സും ജോയിൻസിൻ്റെ ആ ഒരു ജോയിൻറ്റിൻ്റെ സ്ട്രക്ചർ ഇല്ലേ, ആ സ്ട്രക്ചർ മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ സ്ട്രക്ചർ ചോദിക്കും, വരച്ചടയാളപ്പെടുത്താനായിട്ട് ചോദിക്കും കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പ്ലാൻ മൂവ്മെൻറ്റ്സും പഠിച്ചു വെക്കണം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ടു ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിലൂടെ പല പല ട്രാൻസ്പോർട്ടില്ലേ, നമ്മുടെ എന്താ പറയുക ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഡിഫ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, അത് നന്നായിട്ട് നോക്കി വെച്ചോ. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ബയോമോളിക്യൂൾസ്. ഓക്കെ, നമ്മുടെ പലതരത്തിലെ ബയോമോളിക്യൂൾസിലെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് എന്ന് പറയുന്നത് വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ 3 ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു നമ്മുടെ 2 ചാപ്റ്റേഴ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഈ ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങളൊന്നും നോക്കാതെ പോകേണ്ട ഈ 3 ഭാഗങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികളൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ അർച്ചന മിസ് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ മാരത്തോൺ ലൈവ് കൂടെ കാണണം, അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങും കേട്ടോ. ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിനുള്ള 3 ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ഡയഗ്രാംസ് മിസ്സും ഉണ്ടാകും, ATR മിസ്സും ഉണ്ടാകും, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ചില ഡയഗ്രാംസ് ഒക്കെ നമ്മൾ വയ്ക്കും, ഇതൊന്നും വരില്ല, അല്ലെങ്കിൽ ചില ഡയഗ്രാംസിലെ തന്നെ ചില ലേബലിങ്സ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ആ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാംസ് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഓർമ്മയിൽ വരാനും, ചിലപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് ആ വീഡിയോ കണ്ട ഓർമ്മയിലായിരിക്കും നിങ്ങൾക്ക് ആ ആൻസർ ഒക്കെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും മക്കളെ. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ മിസ് ആദ്യം റെസ്പിറേഷനും എക്സ്ക്രീഷനും അതുപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെയും ഡയഗ്രാംസ് പറഞ്ഞുതരും. അതിനുശേഷം ATRMS നമ്മുടെ ലോക്കോമോഷനും മൂവ്മെൻറ്റും കൂടി കവർ ചെയ്താൽ കംപ്ലീറ്റ് സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡയഗ്രാം തന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ ഇത് നോസ്ട്രിലാണ്, ഇത് നേസൽ ചേംബർ അല്ലെങ്കിൽ നാസാഗഹ്വരമാണ്, ഇത് നമ്മുടെ ട്രക്കിയാണ്, ആൻഡ് ഇത് നമ്മുടെ ബ്രോങ്കൈ അല്ലെങ്കിൽ ശ്വസനി, അതിന് ചുറ്റുള്ള അതിന് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ശ്വസനിക അല്ലെങ്കിൽ ബ്രോങ്കിയോൾസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇവിടെ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരാൾ ആരാന്നറിയാവോ, ഈ ഒരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്ത സാധനം. നമ്മൾ വിചാരിക്കുന്നത് എന്താ ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തേ അല്ലേ, ഇത് നമ്മുടെ പ്ലൂറൽ മെംബ്രെയിൻ ആണ്. ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാതെ വിടുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇവരിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആൽവിയോളയാണ്. ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത് ആൽവിയോളയാണ്. പക്ഷേ ഈ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്ന സാധനം നമ്മുടെ പ്ലൂറൽ മെംബ്രെയിൻ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ അടുത്തതാണ് ഈ ഒരു ഡയഗ്രാം. ഇത് നിങ്ങളുടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ ക്രിസ്മസ് ഓർ പബ്ലിക് എക്സാമിന് ഉണ്ടായിട്ടുള്ള ഒരു ഡയഗ്രമാണ്. അതായത് നമ്മുടെ മസിൽസ് ആണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ റെസ്പിറേഷന് സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള 2 മസിൽസ് ആണ്, ഒന്ന് ഡയഫ്രം, ഒന്ന് ഇന്റർകോസ്റ്റൽ മസിൽ. അപ്പോൾ
ഡയഫ്രം പലരും തന്നെ കറക്റ്റായിട്ട് ചെയ്യാറുണ്ടെങ്കിലും ഇതിനിടയിൽ കാണുന്ന ഈ സാധനത്തിനെ തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. ഇത് മക്കളെ നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ്. സോ ഇത് കറക്റ്റായിട്ട് ഇത് അറിയാതെ നമ്മുടെ ലങ്സ് എന്നോ റിബ്സ് എന്നോ ഒന്ന് എഴുതി പോകരുത്. കാരണം റിബ്സിൻ്റെ ഉള്ളിലുള്ളത് ഇത് ലങ്സ് ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഒത്തിരി മക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെ സഹായത്തോടു കൂടിയുള്ള നമ്മുടെ മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ, അതായത് ആര് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇത് റിബ്സ് ഉയരുന്നത്, ആര് റിലാക്സ് ചെയ്യുമ്പോഴാണ് എക്സ്പൈറേഷൻ സംഭവിക്കുന്നത്, ആ ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ ആൽവിയോളയുടെ സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു ആൽവിയോളയുടെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ ഡയഗ്രാം എങ്ങനെയാണ് ലേബിൾ ചെയ്യാൻ വരിക, ഇവിടെ എങ്ങനെയാണ് ചോദിക്കാന്ന് വെച്ചാൽ ഈ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് പറയും ആൽവിയോളയുടെ സ്ട്രക്ചർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് എത്രത്തോളം സ്യൂട്ടബിൾ ആണ്. അവിടെ നമുക്ക് വരുന്നതാണ് ഒന്ന് മോയിസ്ചർ. അപ്പോൾ ഇവിടെ ഈർപ്പമുള്ളത് കൊണ്ട് എന്താണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് വളരെ ഈസി ആയിട്ട് നടക്കും. രണ്ടാമത്തത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒറ്റ വരി കോശങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യും ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ നടക്കും. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ആരാണ് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ നമ്മുടെ ആൽവിയോളയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകും, ബ്ലഡ് ക്യാപ്പിലറിയിലേക്ക്. കാർബൺ ഡൈ ഓക്സൈഡ് നേരെ തിരിച്ചു വരും. അതെങ്ങനെയാണ് മൂവ് ചെയ്യണത്, കാരണം ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ബ്ലഡ് ക്യാപ്പിലറിയിൽ കൂടുതലാണ്. എപ്പോഴും ഡിഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് പോവുക. ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മളിത് അടുത്ത ഡയഗ്രമാണ് നമ്മുടെ യൂറിയയുടെ സിന്തസിസ്. അപ്പം നമുക്കറിയാം മെറ്റബോളിസം, പ്രോട്ടീൻ മെറ്റബോളിസം നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അമോണിയ ഉണ്ടാകും. അപ്പോൾ ഈ അമോണിയ പിന്നീട് എങ്ങനെയാണ് യൂറിയ ആയിട്ട് മാറുന്നത്, അതാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. അമോണിയ എന്തിൻ്റെയൊക്കെ കൂടെ ചേർന്നിട്ടാണ് യൂറിയ ആയിട്ട് മാറുന്നത്, അത് എക്സാമിന് ചോദിക്കും. എൻസൈംസിൻ്റെയും കൂടെ സഹായത്തോടു കൂടി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ചേരുമ്പോഴാണ് എന്താവുന്നത്, യൂറിയ ആവുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എവിടെ വെച്ച് നടക്കുന്നു, ലിവറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണത് ഈ ഒരു ഡയഗ്രാം. ഈ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ രണ്ട് പീസൊക്കെ ആയിട്ടാണ് തന്നിട്ടുള്ളത്. മിസ് അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരൊറ്റ ക്ലിയർ ഡയഗ്രാം ആക്കി മാറ്റിയതാണ്. ഇവിടെ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഇത് കിഡ്നി ആണെന്നറിയാം, അതുപോലെ തന്നെ നമ്മുടെ യുറീറ്റർ മൂത്രവാഹി അറിയാം, മൂത്രനാളം അറിയാം, യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രാശയം അറിയാം. ഇവിടെ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് പല മക്കളും ഇത് റീനൽ ആർട്ടറി, ഇത് റീനൽ വെയിൻ എന്ന് എഴുതാറുണ്ട്. അത് രണ്ടും റീനൽ ആർട്ടറിയും അല്ല, റീനൽ വെയിനും അല്ല. ഏതാണ്, നമ്മുടെ കിഡ്നിയിലേക്ക് രക്തം കൊടുക്കുന്നതാണ് റീനൽ ആർട്ടറി, കിഡ്നിയിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് റീനൽ വെയിൻ അല്ലെങ്കിൽ വൃക്കാസിര. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ കളർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കളർ പിക്ചർ ആണെങ്കിൽ റെഡും ബ്ലൂവും നോക്കി ഐഡന്റിഫൈ ചെയ്യാം. പക്ഷേ കളർ അല്ലാത്ത ഡയഗ്രാം തരുമ്പോൾ ബാക്കിലുള്ളതാണ് റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനി, മുന്നിലുള്ളത് എന്താണ്, നമ്മുടെ റീനൽ വെയിൻ അല്ലെങ്കിൽ വൃക്കാസിരയാണ്. പിന്നെ ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് ഇത്, നമ്മുടെ ഈ ഫണൽ ഷേപ്ഡ് ഭാഗമാണ് നമ്മുടെ പെൽവിസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇളം നിറത്തിലുള്ള ഔട്ടർ പോർഷനെ നമ്മൾ എന്ത് വിളിക്കും, കോർട്ടെക്സ് എന്ന് വിളിക്കും. കടും നിറത്തിലുള്ള ഈ ഉള്ളിലുള്ള പോർഷനെ നമ്മൾ എന്ത് വിളിക്കും, മെഡുല്ല എന്ന് വിളിക്കും. ആ ഒരു ഭാഗം കൂടി നോട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ നെഫ്രോൺ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കിഡ്നിയുടെ സ്ട്രക്ചറൽ ഫങ്ഷണൽ ബേസിക് യൂണിറ്റ് ആണ്. ഇതിൽ ഈ ഒരു ഡയഗ്രാം മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. ഈ ഒരു ഡയഗ്രാം മാത്രം തന്നിട്ട് നിങ്ങളോട് ചോദിക്കുക ഇതെന്താണ്, ഇത് നമ്മുടെ ആ ഒരു കപ്പ് അല്ലേ, ക്യാപ്സ്യൂളാണ്, ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ, ബൊമാൻസ് ക്യാപ്സ്യൂൾ, അതിനകത്തുള്ള ഗ്ലോമെറുലസ്. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താം, ഇതും ഇതും. ഇത് രണ്ടും എങ്ങനെ തിരിച്ചറിയും, വീതി കൂടിയ അല്ലെങ്കിൽ ഡയമീറ്റർ കൂടിയ ബ്ലഡ് വെസലാണ് എഫറന്റ് വെസൽ, ഡയമീറ്റർ കുറഞ്ഞതാണ് ഇഫറന്റ് വെസൽ. അത് വേണമെങ്കിൽ തരാട്ടോ, കാരണം ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട് ഗ്ലോമെറുലസിൽ വെച്ച് അൾട്രാ ഫിൽട്രേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനെ സഹായിക്കുന്ന പ്രഷർ ഉണ്ടാക്കുന്നത് ഈ ഒരു ഡയമീറ്ററിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. എഫറന്റ് വെസൽ ഇങ്ങോട്ടേക്ക് എറൈവ് ചെയ്യുന്നു, എറൈവ് എഫറന്റ് എ, എക്സിറ്റ് ആവുന്നു ഇഫറന്റ്, പുറത്തേക്ക് പോകുന്നത് ഇഫറന്റ്. പിന്നെ നമ്മുടെ റീനൽ ട്യൂബ്യൂൾ, വൃക്ക നാളിക, പിന്നെ നമ്മുടെ ശേഖരണ നാളി അല്ലെങ്കിൽ കളക്ടിങ് ഡക്ട്. ഓക്കെ, ഇത്രയും ആൾക്കാരെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഡയഗ്രാം നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്നാണ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഇതിന് ശേഷം ഒത്തിരി ഡയഗ്രാംസ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഫെർട്ടിലൈസേഷൻ വരെ, ബീജസംയോഗം വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അണ്ടോത്സർജനം അല്ലെങ്കിൽ ഓവുലേഷൻ, അങ്ങനെ നമ്മുടെ അണ്ടം അല്ലെങ്കിൽ ഓവം പുറത്തെത്തുന്നു. അവിടെ നമ്മുടെ സ്പേം വരുന്നതോടുകൂടി ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം, അങ്ങനെ എന്തുണ്ടാവാണ്, സിംഗിൾ സെൽഡ് ആയിട്ടുള്ള സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം ഉണ്ടാവുന്നു. ഈ സിക്താണ്ഡം 2 ആവുന്നു, പിന്നെ 4 ആവുന്നു, പിന്നെ
8 to 16 സെൽസ് ആയിട്ടുള്ള എന്താകുന്നു നമ്മുടെ മോറുലയായിട്ട് മാറുന്നു. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16 to 32 സെൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് എവിടെയാണ് പറ്റിപ്പിടിക്കുക? യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പാളി, ഏറ്റവും ആന്തരപാളിയായിട്ടുള്ള എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിക്കുന്നു. അതിനെ നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ മാർക്ക് ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ 2 ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ്. ബാക്കി നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഡയഗ്രാംസ് ATRMS പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽസിൽ വരുന്നുണ്ടാകും. അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും അത് കംപ്ലീറ്റ് ആയിട്ട് കാണുക, ലൈവ് ഒക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ബാക്കിയുള്ള ആ ഒരു ചാപ്റ്ററിലെ ഡയഗ്രാംസ് കൂടെ നോക്കുക. ഓക്കെ, അപ്പോൾ ATRMS ഇതേ അടുത്ത ചാപ്റ്ററിലെ ഡയഗ്രാംസ് പറഞ്ഞു തരുന്നുണ്ടാവും.